അവൻ്റെ ചേതനയേറ്റ ശരീരം എന്ന് പോലും പറയാൻ കഴിയില്ല. അവൻ്റെ സാന്നിധ്യം ഇപ്പോൾ കണ്ണാടിക്കലിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കണ്ണാടിക്കൽ ജംഗ്ഷനിലാണ്. സിനോജ് അവിടെയുണ്ട്. സിനോജ് ഇപ്പോൾ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അർജുൻ വളരെ സജീവമായി നിന്ന നിമിഷങ്ങളിലെല്ലാം അർജുൻ്റെ നിമിഷങ്ങളിൽ ഉണ്ടായിരുന്ന ഗ്രാമത്തിനോടൊപ്പമാണ് എന്ന് മനസ്സിലാക്കുന്നു. എത്തിക്കഴിഞ്ഞു അല്ലേ? എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഈ പ്രൊസഷൻ തുടങ്ങണമെങ്കിൽ നമ്മൾ മുന്നോട്ട് നീങ്ങണം. ഇതിന് തൊട്ട് പിറകിൽ ഈ പറയുന്ന ക്യാമറ വാഹനത്തിന് തൊട്ട് പിറകിൽ പോലീസ് വാഹനവും ഒരു ജീപ്പും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിറകിലേക്ക് ആംബുലൻസ് എത്തും, മന്ത്രിമാരുടെ വാഹനങ്ങളെത്തും. ഇവിടുന്ന് കുറച്ച് വേഗത്തിലായിരിക്കും നടക്കുക എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടി എന്തായാലും 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. 1 കിലോമീറ്ററിൽ കുറച്ചധികം ഉണ്ടാവും. നടന്നു തന്നെ പോകാൻ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഈ വഴിയരികിലൂടെയാണ് ആളുകൾ കാത്തു നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം. ഇത് ഏകദേശം പുളാടിക്കുന്ന് മുതലുള്ള കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. ഇരുവശങ്ങളിലുമായി ആളുകൾ കാത്തു നിൽക്കുന്നു. പുളാടിക്കുന്നിലോ തലപ്പാടിയിലോ എന്തിനേറെ ഉടുപ്പിയിലോ ഉള്ള മനുഷ്യർക്കൊന്നും ഈ അർജുനെ അറിയില്ല. പക്ഷേ അവർ രാത്രിയിൽ ഇന്നലെ ഉറക്കമൊഴിച്ചാണ് അവർ കാത്തു നിന്നത്. ഉടുപ്പിയിലും അവർ കാത്തു. 1:40 തലപ്പാടി എത്തുന്നത്. അവിടെയുള്ള ആളുകൾ അവിടെ കൂടി നിൽക്കുകയാണ്. തലപ്പാടിക്കാർ അവർ എത്തുമെന്ന് പ്രതീക്ഷിച്ച് എത്രയോ നേരത്തെ എത്തുന്നുണ്ട്. നമ്മളെ KK രമ MLA ഒക്കെ ഒരു 3 മണിക്കെങ്കിലും വടകരയിൽ എത്തിയിട്ടുണ്ടാവും. മാഹി ഭാഗത്ത് ഇതിൻ്റെ ജംഗ്ഷനിൽ സ്വാഭാവികമായിട്ട് ഇവരെല്ലാം കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്രിവാഹനമാണ് അകത്ത്. മന്ത്രിവാഹനം എത്തുന്നു. മന്ത്രിവാഹനത്തിലേക്ക് എനിക്ക് AK ശശീന്ദ്രൻ മിനിസ്റ്ററാണ് അല്ലേ? AK ശശീന്ദ്രൻ വടകരയിൽ വെച്ച് അദ്ദേഹം സ്വീകരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വാഹനം മുന്നിൽ പോകാനല്ല നേരത്തെ തീരുമാനിച്ചത്. പക്ഷേ അദ്ദേഹം ചിലപ്പോൾ ഒരുപക്ഷെ വീട്ടിൽ കാത്തിരിക്കാനായിരിക്കും. അതെ, അവിടെ MP MK രാഘവനും ഇപ്പോൾ വീട്ടിലുണ്ട്. പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആംബുലൻസിന് തൊട്ട് മുൻപ് ഒരു പോലീസിൻ്റെ പൈലറ്റിന് തൊട്ടു പിന്നാലെ AK ശശീന്ദ്രൻ മിനിസ്റ്ററുടെ വാഹനമുണ്ട്. സതീഷ് കൃഷ്ണസേയിൽ അടക്കമുള്ളവർ ഈ ആംബുലൻസിന് തൊട്ടു പിന്നിലുള്ള വാഹനത്തിലുണ്ട്. ഇനി അങ്ങോട്ട് വീട്ടിലേക്ക് പോകാൻ ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമാണ് അല്ലേ? 1 കിലോമീറ്റർ താഴെ ഉള്ളൂ. 1 കിലോമീറ്റർ ദൂരമുണ്ട്. 1 കിലോമീറ്റർ ദൂരം. വളരെ സാവധാനമായിരിക്കും പോവുക. ഇപ്പോൾ മിനിസ്റ്ററുടെ വാഹനമുണ്ട്. മിനിസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. AK ശശീന്ദ്രൻ മിനിസ്റ്റർ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് അവിടേക്ക് പോയി ആ വാഹനത്തോടൊപ്പം തന്നെ പോകാവുന്നതാണ്. ഈ വഴിയിലൊക്കെ അർജുൻ എത്രയോ നടന്നു പോയിട്ടുണ്ടാവും അല്ലേ? പ്രത്യേകിച്ച് മോൻ്റെ കൈയും പിടിച്ച് ദീർഘദൂര യാത്രകൾ പോകുന്നവർക്ക് വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്ന ഒരു ഗൃഹാതുരത്വം ഉണ്ടാക്കുന്നു. ആ വഴിയിലേക്ക് അവസാനമായിട്ട് അർജുൻ എത്തുക എന്നുള്ളൊരു മെമ്പർപ്പെടുത്തുന്ന കാഴ്ച കൂടി ഇതിനകത്തുണ്ട്. ആ കാഴ്ചയാണ് നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളിലൊന്നായി മാറുന്നതും അതാണ്. വീട്ടിലേക്കുള്ള വഴി എന്ന് നമ്മൾ പറയില്ലേ? ജില്ലാ കളക്ടർ ഇവിടേക്ക് എത്തുന്നുണ്ട്. മന്ത്രി എത്തിക്കഴിഞ്ഞു. വാഹനം എത്തിക്കഴിഞ്ഞു. ഈ വീട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ വരുന്ന വഴി, വീട്ടിലേക്കുള്ള വഴി എല്ലാ സമയത്തും ഒരു ഗൃഹാതുരത്വമുണർത്തുന്ന ഒരു നിമിഷമാണ് എന്നത് പ്രേക്ഷകർക്കറിയാം. തീർച്ചയായിട്ടും എല്ലാവരും നമുക്കൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമ്മൾ വീട്ടിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. നമസ്കാരം. അവിടുന്ന് പോലെ ഇല്ല, വഴിനീളെ അപ്രതീക്ഷിതമായി ആയിരങ്ങൾ പുഷ്പങ്ങളും ഹാരങ്ങളുമായി കാത്തു നിന്നതുകൊണ്ടാണ് കൃത്യസമയം പാലിക്കാൻ. പക്ഷേ അവരുടെ ആഗ്രഹത്തിന് മുമ്പിൽ നമുക്ക് വഴങ്ങാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ നമുക്ക് കാണാൻ നിൽക്കുന്നവരെ നിരാശപ്പെടുത്താൻ നമുക്കൊക്കെയില്ല. അപ്പോൾ അവരെല്ലാം അനുഗ്രഹവും ആശീസ്സുകളും എല്ലാം അർജുനോടൊപ്പമുണ്ട് എന്നത് ഉറപ്പിക്കാവുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടത്. തീർച്ചയായിട്ടും അതാണ്. അവരുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് രാവിലെ 3 മണിക്ക് മുതൽ കാത്തിരിക്കുകയല്ലേ? അതെ, കുറച്ച് മുതൽ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. 6 മണിയാവും, 5:45 അവിടെ എത്തിയത്, അതിർത്തിയിലെത്തിയത്. ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണല്ലോ. ബീന ടീച്ചർ പറഞ്ഞത് ഒരു അമ്മയുടെ പതപ്പാണ്. അതെ, നമുക്കൊന്നും അറിയില്ലായിരുന്നു അർജുനെ. പക്ഷേ ഇപ്പം നമ്മുടെ സ്വന്തമാണ് അർജുൻ. ഒരു നാടിൻ്റെ മുഴുവൻ, ഒരുപാട് ആളുകളുടെ മനസ്സിൽ അർജുനുണ്ടായി. ജീവനോടെ പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. പക്ഷേ അവസാനം നമുക്ക് ആ വേദന ഇങ്ങനെ നിൽക്കുന്നു.